രാവിലെയാണ് ദൗർഭാഗ്യകരമായ സംഭവം നടന്നത്. കണ്ണൂരിൽ ജീവനെടുത്ത് കാട്ടാന. ആറളം ഫാമിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആറളം ഫാം 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആറളത്ത് നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ ആറളം ഫാമിലെ 10-ാം ബ്ലോക്കിൽ ഉണ്ടായത്. 10-ാം ബ്ലോക്കിലെ അനീഷ് എന്ന താമസക്കാരനാണ് കാട്ടാനയുടെ കലിയിൽ ജീവൻ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് 1 മണിക്കൂറിന് ശേഷം RRT സംഘം എത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. നമുക്ക് ഇവിടെ ആളോട് തന്നെ ചോദിക്കാൻ സാധിക്കും. കാട്ടാന ശല്യമാണ്, എപ്പോൾ കാട്ടാന ശല്യമാണ്. ഇങ്ങനത്തെ അവസ്ഥ നമുക്കൊരു പുറത്തിറങ്ങണ്ടേ, ഒരു മുള്ളാൻ പോകണ്ടേ, ഒരു കുട്ടിയൊക്കെ ഒരു എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകണ്ടേ, ഒരു റോഡില്ല. ഇതിൽ സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് ആന കൊല്ലാണെങ്കിൽ അവസ്ഥ എവിടെ എത്തും? ഇത് ആന ഒന്നെന്ന് പറയുമ്പോൾ കുറേ നേതാക്കന്മാർ വരും, മന്ത്രിമാർ വരും, അവരെ എടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോകും. 10 ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലത്തേക്ക് വീട്ടിലെ ചിലവ് കഴിഞ്ഞു. അതുകൊണ്ടൊരു കാര്യമില്ല. ജനങ്ങളുടെ ആവശ്യം പട്ടികജാതിപട്ടികവർക്കാരുടെ ആദിവാസി മേഖലയിൽ റോഡ് വേണ്ടതാണ്. ഇങ്ങനെയെല്ലാം എത്തിപ്പെടാൻ പറ്റുമോ? ഒരു കുട്ടിയൊക്കെ സ്കൂളിൽ പോകേണ്ടതല്ലേ? നേരത്തെ മന്ത്രിമാർ കഴിഞ്ഞ തവണ 2 പേര് കൊല്ലപ്പെട്ട സമയത്ത് പല പ്രാവശ്യം മന്ത്രിമാർ വരും, നേതാക്കന്മാരും ഒക്കെ വരും. ഒരു നടപടി ഇന്ന് പോലും ഈ ആറളം ഫാമിൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ ശവം പോലും എടുക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ മന്ത്രിമാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മാത്രമേ ശവം നമുക്ക് ദയിപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ കൂടെ പറയും. എൻ്റെ എന്നാൽ ജാതി ഒന്നുമില്ല, ജാതി മതവും. നമ്മളൊരു ആദിവാസി മേഖലയിലെ നമ്മളുടെ കുടുംബമാണ് ചെയ്യണ്ടേ. കഴിഞ്ഞ ജൂലൈ മാസം എൻ്റെ വീട്ടിൽ ആന വന്നു. ജനലിൽ നിന്ന് മുട്ടി വന്നപ്പം ഞാൻ ജനൽ കുളത്ത് ഇടാൻ പറ്റിയില്ല. എനിക്ക് നാക്കിൽ വെള്ളമില്ല. ഞാൻ ആന കുറേ അങ്ങ് പോയാൽ പിന്നെ ഞാൻ കതക് അടച്ചപ്പം ഞാൻ കട്ടിലിൻ്റെ മുകളിൽ വീണ് പോയി. നേരം വെളുപ്പിന് ഫോറസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞു ഞങ്ങൾ ഇപ്പം തന്നെ തീർമാനം ഉണ്ടാവും. ഇന്ന് പോലും ആ ഭാഗത്തോട്ട് ഫോറസ്റ്റുകാർ തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെ ആരെടുക്കാം? 10 ലക്ഷം രൂപ ആരും വാങ്ങാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ആൾക്കാരുടെ ഒരു രോഷം തന്നെയാണ് നമുക്കിവിടെ. കമ്മിറ്റിക്കാർ എല്ലാം പറഞ്ഞു. എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് ഈ ആദിവാസികൾക്ക് പിന്നെ എന്താ മറ്റേ ഉണ്ടാക്കിട്ടോ അവിടെ ഒരു സംഭവം പാടില്ല. ജനങ്ങൾക്ക് വേണ്ടി ആദിവാസികൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ അവിടെ മറ്റേ ഇതുണ്ടാക്കി. എന്നിട്ട് കെട്ടം ഫുൾ പണിഞ്ഞിട്ടേക്കുക. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നമ്മളെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയാണ് കെട്ടം പണിഞ്ഞിട്ടേക്കുന്നത്. 10-ാം ബ്ലോക്കിലും 9-ാം ബ്ലോക്കിലും 7-ാം ബ്ലോക്കിലും ഒക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഒരാവശ്യമില്ല. എന്തിനാ? ആൾക്കാരുടെ ഒരു പ്രതികരണം തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണത് പറഞ്ഞത്. അതായത് പല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നുള്ളതല്ലാതെ ആദിവാസി അല്ലെങ്കിൽ വനവാസി മേഖലയിലെ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഓരോ ആളുകളും പറയുന്നത്. എല്ലാ തവണയും ഈ ആളുകൾ കാട്ടാനക്കലിയിൽ കൊല്ലപ്പെടുന്ന ആ സമയത്ത് ഇവിടെ വന്ന് നേതാക്കന്മാർ വരുന്നു, മന്ത്രിമാർ വരുന്നു, അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുത്തതിന് ശേഷം മടങ്ങിപ്പോകുന്നു. പക്ഷേ സമാനമായ സംഭവങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യം അത് ഇനിയും വെച്ച് പൊറപ്പിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇവിടെ നിന്ന് ഇവരുടെ ഓരോ ആളുകളുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മിഥുൻ പിള്ളയാണ് ദൗർഭാഗ്യകരമായ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.